ഇതിന്റെ ഒരു പ്രശ്നം നമ്മളെ ഇത് വല്ലാണ്ട് പ്രലോഭിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഞാനത് മറച്ചു വെക്കുന്നില്ല, പക്ഷെ ഒരു പറയുമ്പോൾ കംപ്ലീറ്റ് പറയണല്ലോ. എന്തായാലും പിന്നെ ഇതിന് എന്നെ കൂടി ചേർത്ത് പിടിച്ചതിന്, എന്നെ വിശ്വസിച്ചതിന് ഇവിടെ ഷാഹിദ് ഇവിടെ മനോഹരമായി സംസാരിച്ചു. അദ്ദേഹം ഇന്ററപ്റ്റ് ചെയ്തു, കാരണം എനിക്ക് മണ്ണാർക്കാട് എത്താനുണ്ട്. വേണമെങ്കിൽ ഞാൻ പോയിട്ടൊന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ തന്നെ നിരവധി തവണ പേരാമ്പ്രക്കാരോട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഇനിയും ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാലും ചുരുക്കി പറയാം. പേരാമ്പ്രയിലെ പ്രവാസികള്, പേരാമ്പ്രയില് വിദേശത്തും സ്വദേശത്തുമായിട്ട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ സജീവമായിരുന്ന സമാന ചിന്താഗതിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ബ്ലൂനെയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് രൂപം നൽകുകയും പ്രവാസത്തിന് സംഭവിക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ 70കൾക്ക് ശേഷം വലിയ രൂപത്തിലുള്ള ഒരു പ്രവാസത്തിലേക്ക് മലബാർ മേഖല കടന്നു പോകുന്നു. പിന്നീട് ഫ്ലൈറ്റ് യാത്ര കൂടുതൽ സുഖകരമായിരുന്ന ഒരു ഘട്ടം 90കൾക്ക് ശേഷം അത് അതിദ്രുതഗതിയിലുള്ള വളർച്ചയുണ്ടാകുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടായി, ഏറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവാസം എന്ന് പറയുന്നത് പല രൂപത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ നാൾവഴികൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെയായിട്ട് മലയാളിയുടെ സാന്നിധ്യം മുമ്പത്തേക്കാൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പൊക്കെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചായിരുന്നു മലയാളിയുടെ പ്രവാസം ഉണ്ടായിരുന്നതെങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ വരുന്നു. അത്തരം മാറ്റങ്ങളെ തിരിച്ചറിയുക, അതിനനുസൃതമായിട്ട് പ്രവാസികൾക്ക് അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിനനുസൃതമായ ഒരു പദ്ധതി, ഒരു പ്രൊജക്ട് രൂപീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ആദ്യഘട്ടത്തിലുള്ള ഞങ്ങളുടെ ആലോചനകളിൽ ബ്ലൂനെയിൽ LLP പേരാമ്പ്രയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ 9 അംഗങ്ങൾ അടങ്ങിയ ഒരു സുപ്രീം ബോഡിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. 3 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉൾപ്പെടെയുള്ള UK-യിൽ നിന്നുള്ള സഫീർ ഉൾപ്പെടെ, അതുപോലെ ഈജിപ്തിൽ നിന്നുള്ള ഹമീദ് ഉൾപ്പെടെ. പലപ്പോഴും നമ്മള് മുമ്പൊന്നും മലബാറിൽ നിന്ന് അത്തരം ജിയോഗ്രഫിക്കൽ ഏരിയകളിലേക്ക് നമ്മുടെ പ്രവാസം ഉണ്ടായിരുന്നില്ല. അത്തരം ആളുകൾ ചേർന്ന ആഗോളതലത്തിൽ തന്നെയുള്ള പേരാമ്പ്രയുടെ പ്രവാസികളായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ബ്ലൂനെയിൽ LLP. അപ്പോ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ അവർ തിരിച്ചറിയാൻ സന്നദ്ധമായി. അതിനനുസൃതമായി പുതിയ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവര് ഒരു പുതിയ പ്രൊജക്ട് പ്രവാസികളായ ആളുകൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ തലമുറകൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു പ്രൊജക്ട് ഞങ്ങൾക്ക് വേണം. അത് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പ്രൊജക്ട് ആയിരിക്കണം. അത് കാലത്തിന്റെ മാറ്റങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെ മനോഹരമായി മനസ്സിലാക്കുന്ന ഒരു പ്രൊജക്ട് ആയിരിക്കണം എന്നുള്ള വളരെ സജീവവും ഗൗരവതരവുമായ ആലോചനകൾക്ക്, നിരന്തരമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ഇങ്ങനെ ടൂറിസം മേഖലയിൽ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എത്തുന്നത്. ഞാനടക്കം അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ ടൂറിസം മേഖലയിൽ നമുക്ക് എവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനകൾ നടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ പേരാമ്പ്ര, കോഴിക്കോട് ജില്ല, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള വയനാട്ടിലേക്ക് എത്തുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വയനാടിന്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. 2 അയൽ സംസ്ഥാനങ്ങളുമായി ഒരേ സമയം അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് പ്രകാരമാണ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറുന്നത്. നമ്മുടെ കർണാടകയിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ആന്ധ്രാപ്രദേശിൽ നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന നിലക്കാണ് നമ്മൾ വയനാട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ വയനാട്ടിൽ എവിടെ എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. ഞാൻ സത്യത്തിൽ കുന്നംപറ്റക്കാരുമായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുള്ള ബന്ധം, എനിക്ക് സ്റ്റേജിലുള്ള കുന്നംപറ്റ ശംസുക്കായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നേരത്തെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഈ നാട്ടുകാരനെ പോലെ ഇവരുമായിട്ടൊക്കെ ഇടപഴകുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ ആലോചനയിലേക്ക് വന്നത് വൈത്തിരിയും മേപ്പാടിയും. അപ്പോ വൈത്തിരിയിൽ കുറെ സ്ഥലങ്ങളെ കുറിച്ച് അന്വേഷിച്ചു, മേപ്പാടിയെ കുറിച്ച് അന്വേഷിച്ചു. കുറെ കൂടി നമുക്ക് പിന്നെ എത്താൻ എളുപ്പമുള്ള മനോഹരമായിട്ടുള്ള, നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഒരു പ്രൊജക്ട് പ്രസന്റേഷനുള്ള ഒരു സമയമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു സൈറ്റിന്റെ ഫീലിംഗ്, ഇതിന്റെ ഒരു ആംബിയൻസിനെ തീർത്തും ആവാഹിച്ചു കഴിഞ്ഞ, അല്ലെങ്കിൽ അത് അനുഭവിച്ചു കഴിഞ്ഞ ആളുകൾ എന്ന നിലയിൽ നിങ്ങളോട് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു പ്രദേശം, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിന്റെ പിന്നിലുള്ള ബ്ലൂനെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രൊജക്ട് വരുമ്പോൾ അവര് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ടൂറിസം മേഖലയിൽ പലതരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ, പ്രത്യേകിച്ച് നാട്ടുകാരായ കുന്നംപറ്റക്കാർക്ക് അറിയാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ തോതിലെങ്കിലുമുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ബദൽ സംവിധാനം എന്ന നിലയിൽ കുറെ കൂടി എത്തിക്കലായിട്ടുള്ള, മോറലായിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മോറൽ
ഒരു കൾച്ചർ കൊണ്ടുവരുന്ന ഒരു മോറൽ ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടാണ് ഈ പ്രൊജക്ട് ഡെസ്റ്റിനേഷൻ നമ്മൾ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് 4 കോട്ടേജുകൾ വരുന്നത് ഈ ഭാഗങ്ങളിലാണ്. ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ സൈറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ റിബണിന്റെ ഇടയിലൂടെ പോയാൽ നമ്മുടെ സൈറ്റിൽ ഏകദേശം വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോട്ടേജസിന്റെയും പോയിന്റുകൾ നിങ്ങൾക്ക് കുറ്റിയടിച്ചത് കാണാം. അതില് ഒരു ഓറഞ്ച് റിബൺ കെട്ടിയിട്ട് കാണാം. അപ്പൊ അതിൽ ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ ചെമ്പ്ര പീക്കിന്റെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഓരോ കോട്ടേജിലും വ്യത്യസ്തമായ വ്യൂ ആണുള്ളത്. ഓരോന്നിന്റെയും ബാൽക്കണിയിൽ നിന്ന് ചെമ്പ്ര പീക്കിന്റെ വ്യത്യസ്തങ്ങളായ വ്യൂ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കോട്ടേജുകളാണ് ഈ ഭാഗത്ത് വരുന്നത്, നോർത്ത് സൈഡിൽ വരുന്നത്. ഈ ഭാഗത്താണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഡോർമെറ്ററി അടക്കമുള്ള മീറ്റിംഗ് ഹാൾ അടക്കമുള്ള, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പേരാമ്പ്രയിൽ നിന്ന് അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്യാമ്പ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഒരു 30 ആൾ വരികയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാം. ആ സമയത്ത് ഇവിടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോട്ടേജുകൾ, ഫാമിലികൾ എന്തായിരിക്കും അവരുടെ പ്രൈവസിയോടുകൂടി തന്നെ അവിടെ താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലുള്ള ഒരു പാത്വേ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ആ പാത്വേയിലൂടെ മാത്രമാണ് ഇതിൽ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആളുകൾ വളരെ ഡിസിപ്ലിൻ ആയിട്ടും അതേപോലെ തന്നെ ഒരു മോറൽ തിങ്സ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈന് നമ്മുടെ ഡിസൈന്റെ ആദ്യമധ്യാന്തം നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് ഇതിന്റെ ബ്ലൂ നെയിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു കാര്യമാണ്. എന്നോട് നിർത്താനാണ് ആവശ്യപ്പെടുന്നത്. മൈക്കിന്റെ ഒരു പ്രശ്നം നമ്മളെ ഇത് വല്ലാണ്ട് പ്രലോഭിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഞാനത് മറച്ചു വെക്കുന്നില്ല, പക്ഷെ ഒരു പറയുമ്പോൾ കംപ്ലീറ്റ് പറയണം. എന്തായാലും പിന്നെ ഇതിന് എന്നെ കൂടി ചേർത്ത് പിടിച്ചതിന്, എന്നെ വിശ്വസിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇതിന്റെ പ്രോഗ്രാം കടക്കട്ടെ എന്ന് ബാക്കി അധ്യക്ഷനെ ഉദ്ഘാടനം ചെയ്യണം.